പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ അരമണിക്കൂർ സമയത്തെ ശുശ്രൂഷകളെ സമർപ്പിച്ച് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മളെല്ലാവരും ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാവരും യോഗ്യരാകുവാൻ സർവേശ്വരൻ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പാണ് ജോർജ് ബ്രദർ ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. ഇന്നുവരെ നിങ്ങളിൽ ആരെയും ജോർജ് ബ്രദറിനെ ഉൾപ്പെടെ നേരിട്ട് കണ്ടിട്ടില്ല. നാളെ അദ്ദേഹത്തെ ഒന്ന് കാണാമെന്ന് ആഗ്രഹിച്ചൊക്കെ ഞങ്ങൾ ഇന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. എന്തായാലും ഈ കൂട്ടായ്മയിൽ ഇപ്പൊ നടക്കുന്ന ശുശ്രൂഷ, പൗലോസ് ബ്രദർ വചനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ കയറിയത്. ജോർജ് ബ്രദർ പറഞ്ഞ വചനങ്ങളെല്ലാം ഞാനും ഈ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നു, കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നിമിഷം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വലതുകരം ഒന്ന് നീട്ടി ഒരു നിമിഷം ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും ഈശോയുടെ നാമത്തിൽ. ഹല്ലേലൂയ. കർത്താവേ, ഉണ്ടാകട്ടെ, കൃപയൊഴുകട്ടെ, അഭിഷേകം വചനം കേൾക്കുന്ന Lord, have mercy on me. We and this society, in this group. Amen. Amen. പ്രിയപ്പെട്ടവരെ, ഇന്നെന്നല്ല എപ്പോഴും നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മൾ വചനമാണ് പങ്കുവെക്കുന്നത്. ഇന്ന് 7 മണി തൊട്ട് ഈ സമയം വരെ വചനം തന്നെയാണ് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഞാനും കൂടുതലായിട്ട് വചനത്തെക്കുറിച്ച് ഒന്ന് പറയാൻ, വചനമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ വചനം എന്താണെന്ന് നമുക്കറിയാം. ഈ അടുത്ത കാലഘട്ടത്തിൽ, ഈ അടുത്ത നാളുകളില് ദൈവവചനം ആഴത്തിൽ പഠിക്കാനും ദൈവവചനത്തിന്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാനും ഇന്ന് ദൈവജനം ഒട്ടേറെ താല്പര്യം കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ശുശ്രൂഷകളാണ് ഇന്ന് കൂടുതലും നടക്കുന്നത്. 115 സങ്കീർത്തനം അതിന്റെ 12ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. 115:12 പറയാണ്, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. തുടർന്ന് പറയാണ്, അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹറോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും. 13ാം വചനം, കർത്താവിന്റെ ഭക്തന്മാരെ, ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12ാം അധ്യായത്തിൽ മുതൽ നമ്മൾ കാണുന്നുണ്ട്, അബ്രാഹത്തിന്റെ വിളി മുതൽ ഈ ദൈവജനം രൂപപ്പെട്ട് ഇന്ന് സഭയായി തുടരുന്ന ഈ ദൈവജനത്തിന്റെ സ്വർഗോന്മുഖമായ തീർത്ഥയാത്രയിൽ കർത്താവ് ഈ വചനത്തിലൂടെ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേക ഇടങ്ങളിൽ നമ്മോട് പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അബ്രാഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, 115ാം സങ്കീർത്തനത്തിൽ നമ്മോട് കർത്താവ് പറയാണ്, ഒരു പക്ഷേ പല വിധത്തിലുള്ള സങ്കടവും വേദനയും ദുഃഖങ്ങളും പ്രയാസങ്ങളും ജീവിത പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരാണ് നമ്മളെല്ലാവരും. ചില സമയത്ത് നമ്മൾ ചിലപ്പോഴെങ്കിലും പറയും, കർത്താവ് എന്നെ കൈവിട്ട് കളഞ്ഞോ, കർത്താവ് എന്നെ മറന്നുപോയോ? വ്യക്തമായിട്ട് ദൈവവചനം പറയുകയാണ്, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, മറന്നിട്ടില്ല, കർത്താവ് നമ്മളെ കൈവിട്ടിട്ടില്ല, കർത്താവിന് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ നമ്മുടെ ദൈവത്തിന്, അനുഗ്രഹിക്കുക, ടു ബി ബ്ലസ്ഡ്. നമ്മെ സംബന്ധിച്ച് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അനുഗ്രഹിക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഇവിടെ പറയാണ്, അഹറോന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, അഹറോന്റെ ഭവനം.
പ്രിയമുള്ളവരെ, നമ്മൾ പത്രോസ്ലിയുടെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, രാജകീയ പുരോഹിത ഗണമാണ്, പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ. രാജകീയ പുരോഹിത ഗണമാണ്. ആ രാജകീയ പുരോഹിത ഗണമായ നമ്മെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും, പൈസ ഇല്ല, എനിക്ക് വലിയ സമ്പത്തില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ അല്ല, വിദ്യാഭ്യാസം കുറവുണ്ട്, സൗന്ദര്യക്കുറവുണ്ട്, ആരോഗ്യക്കുറവുണ്ട്. ഇവിടെ പറയാണ്, ചെറിയവനോ വലിയവനോ വ്യത്യാസമില്ലാതെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ഈ വിശുദ്ധ ബൈബിളിൽ നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പഠിക്കുക, മനസ്സിലാക്കുക. അതാണ് എന്നെക്കുറിച്ചുള്ള, അല്ലെ എന്നെക്കുറിച്ചും നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം. വെളിപാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും അത് പാലിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും. അതായത് ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടാൻ 3 കാര്യങ്ങൾ ചെയ്തിരിക്കണം. അല്ലാതെ തിരുലിഖിതത്തിൽ ഒരാൾ അനുഗ്രഹിക്കാൻ വേറൊരു വഴി ദൈവമായ കർത്താവ് പറയുന്നില്ല. ഈ പ്രവചനങ്ങളിലെ, ഈ ഗ്രന്ഥത്തിലെ, ഈ പ്രവചനത്തിലെ, വെളിപാട് പുസ്തകത്തിലെ മാത്രമല്ല, ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളിലെ ഏതാണ്ട് 36,000-ഓളം വരുന്ന തിരുവാക്യങ്ങൾ, തിരുവചനങ്ങൾ, ഈ വചനങ്ങൾ ഞാൻ വായിക്കണം, കേൾക്കണം. അത് അതിൽ എഴുതിയിരിക്കുന്നത് പാലിക്കുകയും ചെയ്യണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 കാര്യമുണ്ട്. ഒന്ന് വായിക്കുക, അത് കേൾക്കുക. വായിക്കാനും ഒരുപക്ഷെ കേൾക്കാനായിരിക്കും ഇഷ്ടം, വായിക്കാൻ അത്ര ഇഷ്ടമില്ല. പക്ഷെ കർത്താവ് 3-ാമതൊരു കാര്യം പറയുന്നുണ്ട്, കുറച്ച് പ്രയാസമാണ്, അത് പാലിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലെ സകലത്തിന്മേൽ അധികാരം കൊടുത്ത് ആക്കിയപ്പോൾ മുതൽ അവനെ അനുഗ്രഹിക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിച്ചത്. അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ ഒരു ജനമാക്കി രൂപപ്പെടുത്തി മോശ വഴി നിയമങ്ങൾ കൊടുത്തത്. അങ്ങനെ ആ നിയമങ്ങൾ കൊടുത്തത് വ്യക്തമായിട്ടും പറയുന്നുണ്ട്, ആ നിയമങ്ങൾ അനുസരിക്കുന്നവർ, അത് പാലിക്കുന്നവർ മാത്രമേ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ വിശുദ്ധ ബൈബിളിലെ തിരുവചനങ്ങളെ കുറിച്ച്, തിരുവചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ, നമുക്കറിയാം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ കുറിച്ച് എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കാരണം എന്താണ്? ഒരു കയ്യിൽ ദൈവവചനവും മറ്റൊരു കയ്യിൽ, അല്ലെ അടുത്ത വലതു കൈയിൽ ദൈവവചനവും ഇടത് കൈയിൽ സഭയുടെ പ്രബോധന ഗ്രന്ഥവും, ഇത് രണ്ടുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൂടാതെ ആനുകാലികമായ സഭയുടെ പ്രബോധനങ്ങളും വിഷയങ്ങളും ഒക്കെ. ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 103-ാമത്തെ ഖണ്ഡികയിൽ പറയുകയാണ് ഈ ദൈവവചനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച്. ഞാൻ പറഞ്ഞു, ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടാൻ വചനം വായിക്കണം, വചനം കേൾക്കണം, വചനം പാലിക്കണം. അപ്പൊ എന്താണ് വചനത്തിന്റെ പ്രത്യേകത എന്ന് 103-ൽ പറയുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവിന്റെ ശരീരത്തെ എന്ന പോലെ എക്കാലവും സഭ വിശുദ്ധ ഗ്രന്ഥത്തെ ആദരിച്ചു പോന്നു. അതായത് വിശുദ്ധ ഗ്രന്ഥത്തെ സഭ കർത്താവിന്റെ ശരീരത്തെ എന്ന പോലെ എക്കാലവും ആദരിച്ചു പോകുന്നു. ഈ തിരുവചനങ്ങൾ നമുക്കറിയാം. 1 യോഹന്നാൻ 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. സഭ പഠിപ്പിക്കുന്നു, ഈ വചനം എക്കാലവും ദൈവത്തെ പോലെ ആദരിച്ചു പോന്നു. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അമൂല്യമായ നിധി നിക്ഷേപം, അതിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് നല്ല ഉണ്ടാകണം. ഈ അടുത്ത നാളുകളിലൊക്കെ വചനം, നമുക്കറിയാം ഈ കൂട്ടായ്മയിലുള്ള മിക്കവരും വചനം എഴുതി പ്രാർത്ഥിച്ചിട്ടുള്ളവരായിരിക്കും, വചനം പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടുള്ളവരായിരിക്കും.
എന്താണ് കാരണം? വചനത്തിന് മാത്രമേ ശക്തിയുള്ളൂ. സങ്കീർത്തന പുസ്തകം 77:10 പറയുന്നുണ്ട്, അത്യുന്നതന്റെ ശക്തി വെളിപ്പെടാത്തതാണ് എൻ്റെ ദുഃഖത്തിന്റെ കാരണം. നമുക്ക് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിൽ ചില പ്രാർത്ഥനാ നിയോഗങ്ങളിൽ കർത്താവ് ഇടപെടാതെ വരുമ്പം സങ്കടം വരും, വിഷമം വരും. ഇവിടെ വചനം പറയാണ്, അത്യുന്നതന്റെ ശക്തി വെളിപ്പെടാത്തതാണ് എൻ്റെ ദുഃഖത്തിന്റെ കാരണം. ഇതെവിടെയാണ് ഈ ശക്തി ഇരിക്കുന്നത്? അത്യുന്നതന്റെ ശക്തി ഇരിക്കുന്നത് അത്യുന്നതന്റെ മൊഴികളിലാണ്, അത്യുന്നതന്റെ വചനത്തിലാണ്. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 16:20 പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കൃഷ്ടം നേടും. ഉത്കൃഷ്ടം എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി. ദൈവവചനം അനുസരിക്കുന്നവൻ, ആദരിക്കുന്നവൻ ഉത്കൃഷ്ടം നേടും, അഭിവൃദ്ധി നേടും. അപ്പോ ദൈവവചനത്തെക്കുറിച്ച്, ദൈവവചനം എന്താണ്, സഭ ദൈവവചനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം എന്താണ് എന്ന് 103 പറയാണ്, എക്കാലവും കർത്താവിന്റെ ശരീരത്തെ പോലെ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഞാനും നിങ്ങളും നമ്മളൊക്കെ ഈ ദൈവവചനത്തെ, ഈശോയുടെ ശരീരത്തിന്റെ പ്രാധാന്യം കൊടുത്തോ? ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം എന്താ? പലപ്പോഴും നമുക്കിതിന്റെ ശക്തിയെക്കുറിച്ച് തിരിച്ചറിയത്തില്ലായിരുന്നു. 104 ഖണ്ഡിക പറയാണ്, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സ്വർഗസ്ഥനായ പിതാവ് തന്റെ മക്കളോട് സംസാരിക്കുന്നു. നമുക്കറിയാം, ചില നിർണായക സമയങ്ങളില്, ചില പ്രതിസന്ധിയുടെ സമയങ്ങളില്, ചില സങ്കടങ്ങളുടെയും വേദനകളുടെയും സമയത്ത് ചില ആത്മീയ പിതാക്കന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ശുശ്രൂഷകരായിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വചനമെടുക്ക്, വായിക്ക്, പ്രാർത്ഥിച്ചിട്ട് തുറക്ക്, ആ സമയത്ത് കർത്താവായിരിക്കും നിങ്ങളോട് സംസാരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നന്നായിട്ട് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും അത് കഴിഞ്ഞിട്ടുണ്ടാകും. കത്തോലിക്ക സഭയുടെ പ്രബോധന ഗ്രന്ഥം പറയുകയാണ്, എക്കാലത്തും സഭയിലെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സ്വർഗസ്ഥനായ പിതാവ് തന്റെ മക്കളോട് സംസാരിക്കുന്നു. വീണ്ടും 108 ഒരു പോയിന്റ് ഉണ്ട്. 108 ഖണ്ഡിക, ക്രൈസ്തവ വിശ്വാസം എന്നത് വെറും ഒരു ഗ്രന്ഥത്തിന്റെ മതം അല്ല. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ, കേവലം ഒരു ഗ്രന്ഥത്തിന്റെ മതമല്ല. നിങ്ങൾ നോട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. CCC 108 അതിന്റെ 101 മുതൽ വിശുദ്ധ ഗ്രന്ഥം എന്ന ഹെഡിൽ ആണ് പോയിന്റുകൾ പറയുന്നത്. 108 പറയാണ്, ക്രൈസ്തവ വിശ്വാസം എന്നത് വെറും ഒരു ഗ്രന്ഥത്തിന്റെ മതമല്ല, ദൈവവചനത്തിന്റെ മതമാണ് ക്രിസ്തു മതം. ഹല്ലേലൂയ. ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ക്രിസ്തു മതം, ഇത് ദൈവവചനത്തിന്റെ മതമാണ്. ദൈവവചനത്തിന്റെ മതം. ഈ വചനം എഴുതപ്പെട്ട മൂകമായ ഒരു വചനമല്ല, പ്രത്യുത അവതാരം ചെയ്ത ജീവിക്കുന്ന വചനമാണ്. ഇത് മൂകമല്ല. നമ്മളൊക്കെ വായിക്കുന്ന ന്യൂസ് പേപ്പറിലോ കഥകളോ നോവലോ അല്ലെങ്കിൽ മറ്റൊക്കെ വായിക്കുന്നവരാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ വായിക്കും. ആ വായിക്കുന്നതൊക്കെ മൂകവചനങ്ങളാണ്, അതിന് ശക്തിയില്ല. എന്നാൽ ഈ തിരുവചനങ്ങൾക്ക്, ഈ തിരുവാക്യങ്ങൾക്ക് മാത്രം ശക്തിയുണ്ട് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ വചനത്തിന്റെ ശക്തി ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ ശുശ്രൂഷകളിലെല്ലാം വചനം തന്നെയാണ് പറഞ്ഞത്. ഈ ശുശ്രൂഷ എന്നാണ് ആരംഭിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ആര് ശുശ്രൂഷിച്ചാലും ദൈവവചനമാണ്. ഈ വചനം, അതിന്റെ ശക്തി നമുക്ക് മനസ്സിലായാലേ കൂടുതൽ വചനത്തെ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം ഞാൻ നേരത്തെ പറഞ്ഞു. 1 യോഹന്നാനിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഈ വചനം ദൈവം തന്നെയാണ്. ഇതിൽ നിങ്ങൾ വായിക്കുമ്പോൾ ദൈവമാണ് നമ്മോട് സംസാരിക്കുന്നത്. ഈ വചനം ദൈവമാണെന്ന് വിശ്വസിക്കാൻ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായത്തിന്റെ
39 തിരുവചനം. വചനം നിങ്ങളുടെ കയ്യിലുണ്ടാകും. നിങ്ങൾക്ക് വചനം നല്ല നിശ്ചയമുള്ളവരാണ്, എടുത്ത് നോക്കാം, ഒന്ന് റെഫർ ചെയ്യാം. വചനം 5 യോഹന്നാൻ 5:39 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്തിനാണ് ദൈവവചനം പഠിക്കുന്നത്? ഞാൻ എന്തിനാണ് ദൈവവചനം ആവർത്തിച്ചു ചൊല്ലുന്നത്? ഞാൻ എന്തിനാണ് എഴുതുന്നത്? ഇത് മൂകമായ വചനമല്ല, ഇതിനകത്ത് ജീവനുണ്ട്, ഇതിനകത്ത് ശക്തിയുണ്ട്. യോഹന്നാൻ 5:39 പറയാണ്, വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ലിഖിതങ്ങൾക്കകത്തുള്ള നിത്യജീവൻ അഥവാ ശക്തി, ജീവൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ, ഇതിനു തൊട്ട് മുമ്പ് വചനം പങ്കുവെച്ച ബഹുമാന്യനായ ജോർജ് ബ്രദർ കാര്യം പറഞ്ഞില്ലേ, ഉണ്ടാകാം ഇല്ലാതിരിക്കാം എന്ന് പറഞ്ഞാൽ ചഞ്ചല ഹൃദയന് ഒന്നും കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ള തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൽ നിന്ന് കിട്ടും എന്നുള്ള വിശ്വാസം ആഴപ്പെടുന്നത് ദൈവവചനത്തിന്റെ ശക്തി നമുക്ക് മനസ്സിലാവുമ്പോഴാണ്. മർക്കോസ് 12:24 ഈശോ പറഞ്ഞു, മക്കളെ, ദൈവവചനമോ അതിന്റെ ശക്തിയോ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് തെറ്റുപറ്റിയത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. നാം മനുഷ്യരാണ്. എപ്പോഴെങ്കിലും തെറ്റുപറ്റിയെങ്കിൽ ഇപ്പൊ പരിശോധിച്ചോ, ആത്മശോധന ചെയ്തോ. ദൈവവചനം അതിന്റെ ശക്തി എനിക്കറിയാത്തത് കൊണ്ടാണ് തെറ്റുപറ്റിയത് എന്ന് പറഞ്ഞാൽ 119:11 സങ്കീർത്തകൻ പറയുന്നു, ദൈവവചനം 119:11 ഒരു നിമിഷം, 119:11. അതായത് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞു, പാപം ചെയ്തിട്ടുണ്ടോ? വചനം അറിയാത്തത് കൊണ്ടാ, വചനത്തിന്റെ ശക്തി അറിയാത്തത് കൊണ്ടാ. ഇവിടെ പറയാണ്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹൃദയത്തിൽ വചനം എഴുതാതെ എനിക്കും നിങ്ങൾക്കും പാപം ചെയ്യാതിരിക്കാൻ പറ്റില്ല. നുണ പറയുന്നത് പാപമാണെന്ന് തോന്നുന്നത് എപ്പോഴാ? അത് പാപമാണ് എന്ന വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ എഴുതുമ്പോൾ പിന്നെ എനിക്ക് കള്ളം പറയാൻ പറ്റില്ല, നുണ പറയാൻ പറ്റില്ല, ചീത്ത വാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പ്രമാണങ്ങൾ, നിയമങ്ങൾ ഓരോന്നും ഞാൻ പാലിക്കാൻ എനിക്ക് സാധിക്കുന്നത് ഈ തിരുലിഖിതങ്ങൾ ഹൃദയത്തിൽ എഴുതപ്പെടുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അടുത്ത നാളുകളിലൊക്കെ വചനം വായിച്ചപ്പോ കണ്ട സാധാരണ രീതിയിൽ ഗൗരവമാണെന്ന് ആരും വിചാരിക്കാത്ത ഒരു കാര്യം, ഒരു വചനഭാഗം കണ്ടു. അത് പ്രഭാഷകൻ 20:25 എടുക്കുന്നെങ്കിൽ നിങ്ങൾ വചനം എടുത്ത് നോക്കുക. പ്രഭാഷകന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം വചനം പറയുകയാണ്, കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്. ഞാനത് വായിച്ച് ഹൃദയത്തിലേക്ക്, നമുക്കറിയാം ചില സമയത്തൊക്കെ ചില വചനം വായിക്കുമ്പം കർത്താവ് അത് ഹൃദയത്തിലേക്ക് അത് ആഴത്തിൽ തരും. കള്ളൻ നുണയനേക്കാൾ ഭേദമാണെന്ന്. രണ്ടുപേരുടെയും വിധി ഒന്ന് തന്നെ, രണ്ടുപേരുടെയും വിധി നാശം തന്നെ. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വചനം എന്താ? കള്ളൻ നുണയനേക്കാൾ ഭേദമാരാ? കള്ളൻ. നമ്മുടെ അടുത്ത വീട്ടിൽ കയറി ഒരാൾ മോഷണം നടത്തി, നമ്മള് അത് വലിയ ഗൗരവമായിട്ടുള്ള വാർത്ത കൊടുക്കും. ഞാനോ നിങ്ങളോ മറ്റൊരാളോ ഒരു കള്ളം പറഞ്ഞു, എന്താണത്? അത് വലിയ കാര്യമില്ല.
ദൈവവചനം ഒറ്റ കാര്യം പറയുന്നു, ഈ കള്ളൻ ചെയ്തതിനേക്കാൾ മോശമായ പ്രവൃത്തിയാണ് ഞാൻ പറഞ്ഞ കള്ളം. കള്ളൻ ചെയ്തതിനേക്കാൾ, വചനം എടുത്തവരുണ്ടെങ്കിൽ നോക്കി വായിച്ചുകൊള്ളുക, കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്. രണ്ടുപേരുടെയും വിധി നാശം തന്നെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞില്ലേ, അവൻ നുണയനും നുണയന്റെ പിതാവുമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ പാപങ്ങളുടെയും ആരംഭം ഈ നുണയനിൽ നിന്നാണ്. ഞാൻ നിങ്ങളെ ഈ സമയത്ത് നയിക്കുന്നത്, ഇത് ചെറുതെന്നും നിസാരമെന്നും പറയുന്ന നമ്മൾ കരുതുന്ന ചില വചനങ്ങൾ അല്ലെങ്കിൽ ചില പാപങ്ങൾ, അത് കർത്താവ് ഗൗരവമായിട്ട് വീക്ഷിക്കുന്ന ഒന്നാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ 5 മിനിറ്റേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന്റെ ഈ വലിയ ശക്തിയെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവുണ്ടാകണം. ഈശോ ഈ നമ്മുടെ ഇടയിലേക്ക്, ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്തിനാണ് എന്ന് കൃത്യമായിട്ട് യോഹന്നാൻ 10:10 പറയുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ആ വചനം അറിയാം. കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനുമാണ്. നേരത്തെ ഞാനൊരു വചനം പറഞ്ഞില്ലേ, പ്രഭാഷകൻ 20:25, കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്. ഈ കള്ളൻ വരുന്നത്, അല്ലെങ്കിൽ സാത്താൻ പ്രചോദനം തരുന്നത്, പ്രലോഭനം തരുന്നത് കൊല്ലാനും നശിപ്പിക്കാനുമാ ഈശോ വന്നത്. ഈശോ പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ തരാനാണ്, അത് സമൃദ്ധമായി ഉണ്ടാകാനാണ്. യോഹന്നാന്റെ സുവിശേഷം 5:39 നമ്മൾ കണ്ടു, വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഈ നിത്യജീവൻ ഇരിക്കുന്നത്, ഉള്ളത് ദൈവവചനത്തിലാണ് സഹോദരങ്ങളെ, ദൈവവചനത്തിലാണ്. ഇത് കൃത്യമായിട്ട് ദൈവവചനം എന്ന് പറഞ്ഞാൽ തന്റെ മക്കൾക്ക് മോശ വഴി ദൈവം കൊടുത്ത നിയമങ്ങൾ മുതൽ നിയമം പൂർത്തീകരിക്കാൻ കടന്നു വന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹ നൽകിയ നിയമങ്ങൾ വരെ. അതെന്താ അങ്ങനെ പറഞ്ഞേ? 10 പ്രമാണങ്ങൾ നൽകിയത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഈശോ വന്നത്. 6-ാമത്തെ കൽപ്പനയിൽ ഈശോ പറഞ്ഞു, 5-ാമത്തെ കൽപ്പനയിൽ ഈശോ പറഞ്ഞു, കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. എന്നാൽ ആ കാലഘട്ടത്തിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊന്നാൽ അത് പാപമാണ്. എന്നാൽ മത്തായി സുവിശേഷം 5:22 മുതൽ തിരുവചനം വായിക്കുമ്പോൾ നമുക്കറിയാം, സഹോദരനെ ബോഷ എന്ന് വിളിച്ചാൽ ന്യായപീഠത്തിങ്കൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിച്ചാൽ നീ കർത്താവിന്റെ ശിക്ഷാവിധി ഏറ്റുവാങ്ങേണ്ടി വരും. മത്തായി 5:27 ഈശോ പറഞ്ഞു, വ്യഭിചാരം ചെയ്യരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കിയാൽ, പുരുഷനെ ആഗ്രഹത്തോടെ നോക്കിയാൽ ഹൃദയത്തിൽ പാപം ചെയ്യുന്നു. നോക്കുക, ഈ വചനം നമുക്ക് പ്രമാണങ്ങൾ മുതൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന, ഈശോ വരെ നമുക്ക് പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്ന ഈ നിയമങ്ങൾക്കകത്ത്, ഈ വചനത്തിനകത്താണ് ജീവൻ ഉള്ളത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം അതിന്റെ 32-ാം അധ്യായം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 45 മുതൽ തിരുവചനത്തിൽ മോശയുടെ അന്തിമ ഉപദേശം എന്നൊരു ഭാഗമുണ്ട്. വിശദീകരിക്കാൻ സമയമില്ല. തന്റെ സമയമായപ്പോൾ, മോശ ദൈവസന്നിധിയിലേക്ക് പോകുവാൻ സമയമായപ്പോൾ ജനത്തെ ഒരുമിച്ച് വിളിച്ചുകൂട്ടി. കാർന്നോന്മാരും മക്കൾക്ക് അവസാനമായിട്ട് വിളിച്ചു കൂട്ടിയിട്ട് ചില കാര്യം പറയും. മൂത്ത മക്കളോടൊക്കെ പറയും, മക്കളെ, ഇളയത്തുങ്ങളെ നോക്കണം, പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചു വിടണം എന്ന് പറഞ്ഞ അധികാരം കൊടുക്കുന്നത് പോലെ, അപ്പന്റെ ആഗ്രഹം പറയുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, മോശ തന്റെ മക്കളെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ജനത്തെ ഒരുമിച്ച് കൂട്ടി മോശ പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കേണ്ടതിനായി അവ ഹൃദയത്തിൽ സൂക്ഷിക്കണം. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് കേട്ടുകൊള്ളു. ഒന്നുകൂടെ പറയാം. ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ
നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, അവിടെ ഇരിക്കുന്ന ജനത്തോട് മാത്രമല്ല പറഞ്ഞേ, നിങ്ങളുടെ മക്കളോടും അത് ആജ്ഞാപിക്കുന്നതിനായി മാതാപിതാക്കളെ അത് നിങ്ങൾ ഹൃദയത്തിൽ എഴുതണം, സൂക്ഷിക്കണം. അടുത്തത് കേൾക്കണേ, അടുത്ത വചനം ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ്? 47-ാം വചനം പറയാണ്, എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണിത്. പ്രിയപ്പെട്ടവരെ, ദൈവം തന്ന ഈ വചനമാണ് എൻ്റെ ജീവൻ. ഇത് നമ്മുടെ ജീവനാണ്. ഇത് നിസ്സാര കാര്യമല്ല. എന്തിനുള്ളതാണ്? തൊട്ടടുത്ത് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ജോർദാനക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കും. ഏതുമൂലം? ഈ വചനം മൂലം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരു ദേശം കരസ്ഥമാക്കാനുണ്ട്. ജോർദാൻ കടന്നാലേ ദേശത്തെത്തുകയുള്ളൂ. നമുക്കറിയാം, മോശയ്ക്ക് ജോർദാൻ കടക്കാൻ പറ്റിയില്ല. ഒരു കൊച്ചു പിഴവ് സംഭവിച്ചതാണ്. ഒരു കൊച്ചു പിഴവ്. എവിടെയാണത് പറഞ്ഞിരിക്കുന്നത്? സംഖ്യ 20-ാം അധ്യായത്തിന്റെ 11-ൽ പറഞ്ഞിട്ടുണ്ട്, പാറയോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പം പാറയ്ക്കിട്ടുന്ന ആ പാവം മനുഷ്യൻ പണ്ട് ചെയ്തതുപോലെ ഒന്ന് അടിച്ചു. കർത്താവിനത് അനിഷ്ടകരമായി. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അനുസരണക്കേട് കാണിച്ചപ്പം മോശയോട് പറഞ്ഞു, നിനക്ക് അവിടെ കയറാൻ പറ്റില്ല. നിന്റെ കൂടെ നടന്ന നിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ജോഷു ആയിരിക്കും അവിടെ കയറുന്നത് എന്ന് പറഞ്ഞ കർത്താവ് അത്രമാത്രം അനുസരണത്തിനും വചനത്തിനും നിയമത്തിനും കൃത്യമായ കണക്ക് കർത്താവിന്റെ മുൻപിലുണ്ട്. ഇത് നിസ്സാര കാര്യമല്ല, ഇത് നിസ്സാര കാര്യമല്ല, നിങ്ങളുടെ ജീവനാണ്. ഈ തിരുവചനം എന്റെയും നിങ്ങളുടെയും ജീവനാണ്. ഈശോ വന്നത് ഈ ജീവൻ എന്നിൽ വർദ്ധിക്കാനാണ്, ഉണ്ടാകുവാനാണ്, അത് സമൃദ്ധമായി ഉണ്ടാകുവാനാണ്. കർത്താവ് ഈശോയുടെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ജീവനിൽ, ഈ വചനത്തിൽ വളരാനായിട്ട് ഉത്സാഹിക്കാം, പ്രാർത്ഥിക്കാം. കൂടുതൽ സമയം വചനം വായിക്കുകയും കേൾക്കുകയും അതുവഴി അത് പാലിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യാം. ഈ കൂട്ടായ്മയിലേക്ക് എന്നെ കൂട്ടിച്ചേർത്ത വിളിച്ച പ്രിയപ്പെട്ട ജോർജ് ബ്രദനും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയിൽ നിങ്ങളെല്ലാവരെയും, കർത്താവ് നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ നിയോഗങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.